2047 ഇന്ത്യയുടെ ആണവ ഊർജ്ജശേഷി 100 ഗിഗാവാട്ടിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി. അക്ഷയപാത്രം പോലെ ഒരിക്കലും അവസാനിക്കാത്ത ഊർജത്തിന്റെ ഉറവിടം കൽപ്പാക്കം ആണവ പ്ലാന്റിൽ ജന്മമെടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ റിയാക്ടറുകളെ ജ്വലിപ്പിക്കുന്ന ജീവൻ കേരളത്തിന്റെ മണ്ണിലാണ്. ലോകം മണലാരണ്യങ്ങളിലെ എണ്ണക്കിണറുകൾക്കായി കലഹിക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് നമ്മൾ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. ഇത് ശാസ്ത്രത്തിന്റെ മാത്രം വിജയമല്ല, ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇന്ത്യ ഇനി അങ്ങോട്ട് ഊർജം ചോദിച്ചു നിൽക്കുന്ന രാജ്യമല്ല, മറിച്ച് ഊർജം സൃഷ്ടിക്കുന്ന ലോകശക്തിയാണ്. ഇക്കഴിഞ്ഞ യൂണിയൻ ബജറ്റിൽ കേരളത്തിന് പറയത്തക്ക അലോക്കേഷനൊന്നും കിട്ടിയില്ല എന്നായിരുന്നു പരാതി. ആകെ കേരളത്തിനായി ധനമന്ത്രി വകയിരുത്തിയത് ഒരു റെയർ എർത്ത് കോറിഡോർ മാത്രം. ബീച്ച് സാൻഡ് മിനറൽസ് അഥവാ കടൽ തീരത്തെ മണൽ ഖനനം ചെയ്യാനും പ്രോസസ് ചെയ്യാനുമുള്ള ഫെസിലിറ്റിയും അതോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളും മാത്രമടങ്ങുന്ന റെയർ എർത്ത് കോറിഡോർ ആയിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. തോറിയം നിക്ഷേപം, എനർജി ടെക്നോളജി കൈവശമെന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യം, കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, കൊല്ലം ചവറയിലെ കരിമണൽ, അളവറ്റ ഊർജ സ്രോതസ്, തോറിയം നാളെ ലോകത്തെ എനർജിയുടെ കേന്ദ്രബിന്ദു. കേരളത്തിന് റെയർ എർത്ത് കോറിഡോർ. ഇത് പ്ലാൻ വേറെ, പുരിഞ്ചതാ.